ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊരു കിച്ചണാണ്. അപ്പോൾ ഈ ഒരു കിച്ചണിൻ്റെ സൈഡിലായിട്ട് 2 കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കബോർഡിൻ്റെ അടിയിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് സെറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രൊഫൈൽ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഈ കബോർഡ് ചെയ്തവർ തന്നെയാണ് ഇതിനകത്ത് ചാനലിൻ്റെ അളവിൽ ഇതുപോലെ പൊഴിച്ചിട്ടേക്കുന്നത്. അപ്പോൾ അവർ തന്നെയാണ് അത് ചെയ്ത് തരേണ്ടത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് അവർ തന്നെയാണ് ഇത് ചെയ്ത് തന്നേക്കുന്നത്. അവർ പൊഴിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമേ തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ അളവിനാണ് അവരിവിടെ കട്ട് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് ഡെപ്ത്ത് കുറഞ്ഞ ടൈപ്പിലുള്ള പ്രൊഫൈലിൻ്റെ ചാനലാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഇത് 3/4 ഇഞ്ച് വീതിയുണ്ട്, പക്ഷേ ഇതിന് ഡെപ്ത്ത് തീരെ കുറവാണ്. നമ്മൾ ഈ ഒരു ഭിത്തിയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത്, കട്ട് ചെയ്തിട്ട് പ്രൊഫൈൽ അടിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന അതേ ചാനലാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു പ്രൊഫൈൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് പ്രൊഫൈലിൻ്റെ സ്ട്രിപ്പല്ല, നമ്മൾ സാധാ സ്ട്രിപ്പ് തന്നെയാണ്, സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. നമ്മൾ ഈ ജിപ്സത്തിൻ്റെയൊക്കെ സൈഡിൽ കോവ് വരുന്ന ഭാഗത്തൊക്കെ ലൈറ്റിങ്ങിനായിട്ട് കൊടുക്കുന്ന ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റിൻ്റെ സ്ട്രിപ്പിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു നോർമൽ ടൈപ്പ് സ്ട്രിപ്പ് ലൈറ്റിന് ഇതിനകത്ത് LED-കളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് പ്രൊഫൈൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കും എന്ന് വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ 2 ആംപിയറിൻ്റെ 2 ഡ്രൈവാണ് ഇവിടെ എടുത്തേക്കുന്നത്. 2 കബോർഡ്സിൽ ഏകദേശം 1 മീറ്ററോളം നീളത്തിലേ നമുക്ക് പ്രൊഫൈൽ വർക്ക് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ അതിന് രണ്ടിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ 2 ആംപിയറിൻ്റെ 2 ഡ്രൈവാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കബോർഡുകാർ തന്നെയാണ് ഈ ഒരു പൊഴിയും കാര്യങ്ങളൊക്കെ ഇവിടെ അടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊഫൈലിൻ്റെ ചാനൽ വെച്ചിട്ട് അതിൽ നോക്കുന്ന സമയത്ത് ആ ഒരു ചാനൽ കറക്റ്റായിട്ട് തന്നെ അതിനകത്ത് കയറി നിൽക്കുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി ഡെപ്ത്ത് അവിടെ ആവശ്യമായിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ചെയ്തേക്കുന്നത് നമ്മളുടെ സാധാ ആക്സാ ബ്ലേഡ് എടുത്തതിന് ശേഷം അതൊന്ന് ഒടിച്ചിട്ട് ഇതുപോലെ ഇത്തരത്തിലൊന്ന് ചുരണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചുരണ്ടി കൊടുത്തതിന് ശേഷം അതിലേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ആ ഒരു പ്രൊഫൈലിൻ്റെ ചാനൽ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെപ്ത്ത് കുറച്ച് കുറവായതുകൊണ്ടാണ് നമ്മളത് കുറച്ച് ചുരണ്ടി കളഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് പ്രൊഫൈലിൻ്റെ ചാനൽ വെച്ച് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കോൺ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ചാനലിനെ അതിനകത്ത് ഒട്ടിച്ച് നിർത്തുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാനലിനെ അവിടെ വെച്ചിട്ട് സ്ക്രൂ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രൂ തുളച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരും. അതുകൊണ്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മളിവിടെ സിലിക്കോൺ വെച്ചിട്ടാണ് ആ ഒരു ചാനലിനെ അവിടെ ഒട്ടിച്ച് നിർത്തുന്നത്. സിലിക്കോൺ ഉപയോഗിച്ചെന്ന് വെച്ചിട്ട് ഒരു കാരണവശാലും ഈ ഒരു ചാനൽ ഇളകി വീഴുന്ന പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ചാനൽ ഒട്ടിച്ചതിന് ശേഷം അതിനകത്ത് ഇത്തരത്തിലുള്ള സ്റ്റെപ്പ് ബിറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഹോൾ അടിച്ചെടുക്കുന്നത്. ഈ ഒരു ഹോൾ വഴിയാണ് നമ്മൾ DC വയർ ഇറക്കുന്നത്. പ്രൊഫൈലിൻ്റെ ആ ഒരു സ്ട്രിപ്പിലേക്ക് കണക്ട് ചെയ്യാനുള്ള DC വയർ ഇറക്കുന്നത് ഈ ഒരു ഹോൾ വഴിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളവിടെ സപ്ലൈ വയറും കൊണ്ടിട്ടിട്ടുണ്ട്. ഇവിടെ ഇനി ഡ്രൈവ് വെച്ചിട്ടാണ് നമ്മൾ താഴേക്ക് DC വയർ ഇറക്കിയിട്ട് പ്രൊഫൈലിൻ്റെ സ്ട്രിപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. പ്രൊഫൈലിൻ്റെ സ്ട്രിപ്പല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, സാധാ സ്ട്രിപ്പ് തന്നെയാണ്. അതായത് എണ്ണം കുറഞ്ഞ LED-കളുടെ എണ്ണം കുറഞ്ഞ സ്ട്രിപ്പാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സൈഡിലും ചാനൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ വയറും DC വയർ കണക്ട് ചെയ്യാനുള്ള സപ്ലൈ വയർ നമ്മൾ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ട്രിപ്പ് ഒട്ടിച്ചതിന് ശേഷം ഇതിനകത്ത് കണക്ഷൻ കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മൾ സ്ട്രിപ്പ് ഒട്ടിച്ചിട്ട് സപ്ലൈ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചവും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ്. നമ്മൾ ഇങ്ങനെ നോർമലി നിൽക്കുന്ന സമയത്ത് കബോർഡിൻ്റെ അടിയിൽ കറക്റ്റായിട്ട് തന്നെ വെളിച്ചം കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിലോട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ആ ഒരു പ്രൊഫൈലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തെ LED-കൾ നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഞാൻ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ച് കാണിക്കാം. ഇതുപോലെ ആയിരിക്കും നമ്മൾ നോക്കുന്ന സമയത്ത് LED-കൾ നമുക്ക് എടുത്ത് കാണിക്കും. പക്ഷേ ഇവിടെ ഇത് കബോർഡിൻ്റെ അടിയിലായതുകൊണ്ട് ഈ ഒരു പ്രശ്നം നമുക്ക് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ആ ഒരു LED-കൾ കാണത്തില്ല. അടിയിൽ കൂടി ഇങ്ങനെ നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ പ്രൊഫൈൽ വർക്ക് നമ്മൾ റൂമിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ സ്ട്രിപ്പ് ഇട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ഭയങ്കര വൃത്തികേടായിരിക്കും. ഈ ഒരു LED-കൾ നമുക്ക് എടുത്ത് കാണിക്കും. ഇതിവിടെ കബോർഡിൻ്റെ അടിയിലായതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ പ്രൊഫൈൽ കറക്റ്റായിട്ട് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇതുപോലുള്ള കബോർഡിൻ്റെ അടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സ്ട്രിപ്പ് ലൈറ്റുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ നമ്മൾ റൂമിലൊക്കെ പ്രൊഫൈൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എണ്ണം കൂടിയ ടൈപ്പ് സ്ട്രിപ്പ് ലൈറ്റുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.